ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തിരുവോണത്തിൻ്റെ വ്ളോഗാണ്. അപ്പോൾ തിരുവോണം നമുക്ക് തറവാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായൊരു പൂവൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നലെ രാത്രി കളർ അടിച്ചതാണ് കേട്ടോ മുടിയിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട് നോക്കുകയാണ്. അപ്പോൾ വേഗം പോയി നമുക്ക് കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി. സ്കേർട്ടും ബ്ലൗസാണ്. ബ്ലൗസ് ഇതാണ്. നമ്മൾ വേഗം പോയി റെഡിയാണെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാനും അമ്മയാണ് ആദ്യം പോകുന്നത്. തറവാട്ടിക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എന്നെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ മൂക്കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. തറവാട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തേക്ക് പോകണം. അതാണ് കവറിൽ മാലയാണ്. അപ്പോൾ മൂക്കുത്തിയൊക്കെ കാണിച്ചു തരികയാണ്. പിന്നെ ഹെയറിൽ റോസും കൂടി വെച്ചിട്ടുണ്ട്. മുടി ഉണങ്ങിയിട്ടില്ല, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നമുക്ക് ഇനി പോകുന്ന വിശേഷങ്ങൾ കാണാം. തറവാട്ടിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ വലിയച്ഛൻ്റെ വീട്ടിൽ പോയി. അവിടെ അനിയനും അനിയത്തിയൊക്കെ വലിയ പൂക്കളറിനാൻ പറഞ്ഞിട്ട് വരഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല. അപ്പം ഇനി വിളിച്ചതാണ്. അപ്പം എന്നെ അവിടേക്ക് തറവാട്ടിക്ക് വിളിച്ചിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണ്. വെളിച്ചൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്ന നേരെ തറവാട്ടിലെത്തി. അവിടെ അമ്മ ഉണ്ട്, അച്ഛമ്മ ഉണ്ട്. അവിടെ ചെറിയച്ഛൻ പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. എന്നെയും വിളിക്കുകയാണ്, എന്തോന്ന് ഇട് പറഞ്ഞിട്ട്. ഞാനാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നതാണ്. പിന്നെ അതിൽ കുറച്ച് നേരം ഇടാനൊക്കെ കൂടി അത് ഫുള്ളാക്കി. ഞങ്ങളുടെ പൂക്കളം കാണിച്ചു തരാം. അവിടെ എവിടേക്ക് കാണുന്നില്ലേ, ഇതാണ്. അപ്പോൾ ഞാനും ചെറിയച്ഛനും കൂടി ഇട്ട പൂക്കളം. ഫുള്ളായിട്ടൊന്നും ഞാൻ ഇടാൻ കൂടിയിട്ടില്ല. ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്കാണ് ഞാനും അമ്മയും കൂടി തറവാട്ടിക്ക് വന്നത്. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ അമ്മയും വലിയമ്മയും മേമയൊക്കെ നല്ല തകൃതിയായിട്ട് സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞാൻ നേരെ പിന്നെ അമ്പലത്തിൽ പോകാറിഞ്ഞിട്ട് മാലയെടുത്ത് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം, മൂത്താരുകാവ്. നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് കൂടെയൊക്കെ നോക്കിയാൽ ഫുള്ള് ഫോട്ടോ എടുപ്പാണ്. ഞങ്ങളുമുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഓഫീസിൽ കയറിയിരുന്നപ്പോൾ അവിടെ ഒരു കുട്ടി വന്നതാണ്. അവൻ ചോദിക്കുകയാണ് എന്താ ചാനലിൻ്റെ പേര്, ഞാൻ പോയിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം എൻ്റെ ഒപ്പം സംസാരിച്ചിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂക്കുത്തി കാണിച്ചു കൊടുത്തിട്ട് അത് നോക്കിയിട്ടാണ് ആ ചിറി. അങ്ങനെ കുറച്ച് നേരം ഓഫീസിലൊക്കെ ഇരുന്നു. പിന്നെ അമ്പലത്തിലിട്ട പൂക്കളാണിത്. ഞാനൊന്നും കൂടി കാണിച്ചത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആര്യ. ഇതാണ് അമ്പലത്തിലിട്ട പൂക്കളം. ഓണാശംസകൾ 2024 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരുന്നതിൻ്റെയൊക്കെ മുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറച്ച ആൾക്കാരുണ്ട്. ഫുള്ളേട്ടന്മാരും ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിട്ട പൂക്കളൊക്കെ ഒരാളിരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാന്തട്ടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുക്ക് പോയിരുന്നിട്ട് അത് മാന്തല്ല തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ളതിലാണ്. അപ്പോൾ അച്ചു വന്നു ഒക്കെ കാണിച്ചു പോവുകയാണ്. പിന്നെ ഞാൻ അമ്മേനെ വിളിക്കാൻ നല്ല ക്ലിയർ ഉണ്ട് വായ എന്നൊക്കെ പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അമ്മയും മേമയും വന്നു. പിന്നെ ഫുഡ് കൊടുക്കൽ തുടങ്ങി. ചെക്കനിരുന്ന് ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. വീഡിയോ എടുക്കുക പറഞ്ഞിട്ടാണ്, അതിനാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും സദ്യ കഴിക്കാനുള്ളതിലായി. ഓരോരുത്തരെ വിളമ്പി പോകുന്നു. പിന്നെ ഞാനും ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാനും പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും സദ്യ കഴിക്കാനിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവോണ ദിനത്തിലെ സദ്യ. പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു.
ഇതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ പായസം കുടിക്കാനാണ് പോയത്. അങ്ങനെ പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇതേ ബാക്കിയുള്ളവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അമ്പലത്തിൻ്റെ അവിടെ പരിപാടിയുണ്ട്, ഓണപരിപാടി ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. പരിപാടിയുണ്ട്, പാർട്ടിക്കാണ്. ഞങ്ങളുടെ പരിപാടി കാണാൻ പോവുകയാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇതേ അവിടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റിന് കസേര കളിയായിരുന്നു കുട്ടികളുടെയും. പിന്നെ അത് കഴിഞ്ഞ് കമ്പനിക്ക് എന്താ തോറ്റാരൊക്കെ കമ്പനിക്ക് വിടുക. അഭിലാഷ് ചേട്ടന്റെ മുന്നിൽ കയറിയിരിക്കല്ലോ. വെച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് തറവാട്ടിലേക്ക് പോകും. അപ്പോൾ ഇത് ഇന്നത്തെ ഫോട്ടോസ് കുറച്ച് വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതും കൂടി കണ്ടോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നത്. ബൈ.